നടൻ ദിലീപിനെതിരെ ആക്രമണത്തിനിരയായ നടി. ദിലീപിന്റെ പരാമർശം വേദനിപ്പിച്ചെന്ന് നടി. വേണ്ടി വന്നാൽ ദിലീപിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറഞ്ഞു. എന്നാൽ പോലീസ് വിലക്കിയതുകൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്നും അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പുരോഗമിക്കുന്നതെന്നും ആക്രമണത്തിനിരയായ നടിയുടെ വാർത്താക്കുറിപ്പ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി നികേഷ് ശ്രീധരൻ ചേരുന്നു. നികേഷ്, എന്തൊക്കെയാണ് നടിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നത്? അജിംഷാദ്, കൊച്ചിയിൽ ആക്രമണത്തിനിരയായ നടി സംഭവത്തിന് ശേഷം ആദ്യമായാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കൊച്ചിയിൽ വെച്ച് നടി ആക്രമിക്കപ്പെട്ടത്. ഇത്തരത്തിലുള്ള പരസ്യമായുള്ള ചർച്ചകൾ കേസന്വേഷണത്തെ ബാധിക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചതിനാലാണ് ഇത് സംബന്ധിച്ച് വലിയ തോതിലുള്ള മാധ്യമ വാർത്തകൾ വന്നപ്പോഴും താൻ പ്രതികരിക്കാതിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ താൻ പ്രതികരിക്കാൻ നിർബന്ധിതയാവുകയാണ്. അതിന് ചില സാഹചര്യങ്ങൾ ഒത്തുവന്നിരിക്കുന്നു എന്നാണ് നടി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസ് അന്വേഷണത്തിൽ, കേസന്വേഷണത്തിൽ നടി പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തുന്നുമുണ്ട്. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കേസ് ഒതുക്കി തീർത്തു എന്നുള്ള പ്രചരണം ശരിയല്ലെന്ന് നടി പ്രസ്താവനയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. കേസന്വേഷണം ഭംഗിയായാണ് മുന്നോട്ട് പോകുന്നതെന്നും പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നടി പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. പുറത്തുവരുന്ന ഇത് സംബന്ധിച്ച് നിരവധി പേരുകളാണ് ഇപ്പോൾ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ടും അത് സംബന്ധിച്ച് ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പുറത്തു വരുന്ന പേരുകാരാണ് സംഭവത്തിന് പുറകിലെന്ന് പറയാനുള്ള തെളിവുകൾ തന്റെ കൈവശമില്ലെന്നും അതേസമയം അവരല്ല എന്ന് പറയാനുള്ള തെളിവുകൾ തന്റെ കൈവശമില്ലെന്നും നടി പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നുണ്ട്. താനും അതോടൊപ്പം തന്നെ മറ്റൊരു സുപ്രധാനമായൊരു കാര്യം ഈ പ്രസ്താവനയിലൂടെ നടി പറയുന്നത്, കഴിഞ്ഞ ദിവസം ദിലീപ് ചില മാധ്യമത്തിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പൾസർ സുനിയും നടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന രീതിയിലും ഇവർ നേരത്തെ പരിചയക്കാരാണെന്നും സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ അത്തരത്തിൽ ശ്രദ്ധിക്കണമെന്നും ഉള്ള ചില പ്രസ്താവനകൾ ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിനെതിരെ വളരെ രൂക്ഷമായും വൈകാരികവുമായാണ് നടി പ്രതികരിച്ചിരിക്കുന്നതെന്ന് വേണം നമ്മൾ കരുതാൻ. ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടന്റെ ഭാഗത്തുനിന്നും, നടന്റെ പേര് പറയുന്നില്ല എങ്കിൽ കൂടി ഇത് പറഞ്ഞിരിക്കുന്നത് ദിലീപാണെന്നുള്ള സാഹചര്യത്തിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഇത്തരത്തിലുള്ള പ്രസ്താവന തനിക്ക് മനോവിഷമുണ്ടാക്കിയെന്നും ആവശ്യമെങ്കിൽ നിയമ നടപടികളിലേക്ക് കടക്കുമെന്നുമാണ് നടി വ്യക്തമാക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കേസ് മറ്റൊരു പുതിയ ഘട്ടത്തിലേക്ക് ഇത്തരത്തിലൊരു കേസ് വന്നു കഴിഞ്ഞാൽ കടക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷണം കഴിഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ച ഘട്ടത്തിലാണ് വലിയൊരു വഴിത്തിരിവ് കേസിലുണ്ടായിരിക്കുന്നത്. ഇനി മറ്റൊരു വഴിത്തിരിവ് കൂടി കേസിലുണ്ടാകുമോ എന്നാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത്. അതോടൊപ്പം തന്നെ തന്റെ മനസാക്ഷി ശുദ്ധമാണെന്നും ആരെയും ഭയമില്ലെന്നും ഏതന്വേഷണത്തെ നേരിടാൻ തയ്യാറാണെന്നും നടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെറ്റ് ചെയ്തവർ നിയമത്തിന് മുന്നിൽ വരണമെന്നും സത്യം തെളിയുമെന്നും പറഞ്ഞാണ് ഈ പ്രസ്താവന അവസാനിപ്പിക്കുന്നത്. അജിംഷാദ്, അതായത് നികേഷ്, വളരെ നിർണായകമായ, ഒരുപക്ഷെ കൊച്ചിയിലെ നടി ആക്രമിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട നിർണായകമായ വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആദ്യ പ്രതികരണം തന്നെയാണ് നടിയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉയർന്നു കേൾക്കുന്നത്, പ്രത്യേകിച്ച് ദിലീപ് എന്ന നടനുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഒന്നുമല്ല നടിയുടെ പ്രതികരണം, മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് അടുത്തിടെ നടത്തിയ ചില പരാമർശങ്ങളിലെ വിയോജിപ്പാണ്. ദിലീപിനെതിരെ നിയമ നടപടിയിലേക്ക് പോകേണ്ടി വന്നാൽ പോകും എന്ന് നടി പറയുന്നത്. അങ്ങനെയല്ലേ? ഉത്തരവാദിത്വത്തോടെ. തീർച്ചയായും. കാരണം ഈ കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനിയും നടിയും തമ്മിൽ ബന്ധമുണ്ടെന്ന രീതിയിൽ വ്യക്തമായ സൂചനകൾ നൽകുന്ന ഒരു പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം ദിലീപിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഒരു ചോദ്യത്തിന് മറുപടി ആയാണ് ദിലീപ് ഇത്തരത്തിലുള്ള ഒരു കാര്യം പറയുന്നതെങ്കിൽ കൂടി വലിയ തോതിലുള്ള മനോവിഷമം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ കേസ് അന്വേഷണ ഘട്ടത്തിലാണ്. തന്റെ ഭാഗം ന്യായീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ദിലീപ് ഇത്തരത്തിൽ പ്രസ്താവന നടത്തിയെങ്കിൽ പോലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അംഗീകരിക്കാൻ കഴിയാവുന്ന ഒരു കാര്യമല്ല. പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ ഇരയാക്കപ്പെട്ട നടിക്ക് പ്രത്യേകിച്ചും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. ഈ ഘട്ടത്തിലാണ് നടി ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വരുന്നത്. ഈ ഇത്തരത്തിലുള്ള ഒരു ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു പരാമർശം വിഷമിപ്പിച്ചു. ദിലീപിന്റെ പേര് പറയുന്നില്ലെങ്കിൽ കൂടി നടന്റെ ഭാഗത്തു നിന്നുള്ള പരാമർശം വിഷമിപ്പിച്ചു എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റു ചില പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും നടൻ സലീം കുമാർ, അതോടൊപ്പം തന്നെ അജു വർഗീസ് ഈ നടിയുടെ പേര് വെളിപ്പെടുത്തിക്കൊണ്ടാണ്
പ്രസ്താവന ഫേസ്ബുക്കിൽ തന്റെ ദിലീപിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രസ്താവന നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ നടൻ സലീം കുമാർ പറഞ്ഞിരിക്കുന്നത് ഈ നടിയെ ഉൾപ്പെടെയുള്ളവരെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കണം എന്നുള്ള തരത്തിൽ ദിലീപിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയിലേക്ക് ഇതിന്റെ നിലപാട് വ്യക്തമാക്കുന്നതിലേക്ക് നടിയെ നയിച്ചേക്കാമെന്നാണ് നമ്മൾ. അതാണ് നികേഷ്, അതാണ് സലീം കുമാറിനും അജു വർഗീസിനും കൃത്യമായി ദിലീപ് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ഉണ്ടാവുകയുണ്ടായി. സലീം കുമാർ അതിനുശേഷം ആ പരാമർശങ്ങളിൽ നിന്ന് മാപ്പ് പറഞ്ഞ് പിന്മാറുകയും ചെയ്യുകയും ചെയ്തു. പക്ഷേ കേസുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേസിന്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പുതിയ വിവരം പ്രധാന സാക്ഷി എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇര എന്നുള്ള നിലയിൽ നടിയുടെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടായ വാർത്താക്കുറിപ്പിലുണ്ടോ നികേഷ്? അജിംഷാദ്, ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടിയുടെ ഭാഗത്തു ഉണ്ടാകുമ്പോൾ താൻ ഇതിൽ ഇപ്പോഴും കേസന്വേഷണത്തെ വളരെ സാഗൂതം നോക്കിക്കാണുകയാണെന്നും സത്യം തെളിയണമെന്നും പൊതുസമൂഹത്തിൽ തന്നെ താൻ ഏതൊക്കെ രീതിയിലാണ് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ക്രൂശിക്കപ്പെട്ടെന്നുള്ള തന്റെ ഭാഗം കൃത്യമായി വ്യക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി നടി രംഗത്ത് വന്നിരിക്കുന്നതെന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള അജു വർഗീസിന്റെതും അതോടൊപ്പം തന്നെ സലീം കുമാറിന്റെ ഉള്ള പരാമർശങ്ങൾ നടിയെ വേദനിപ്പിച്ചിരിക്കാം. കാരണം ഇത്തരത്തിൽ വളരെ 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 ക്രൂരമായ രീതിയിൽ ഒരു ആക്രമണത്തിന് ഇരയാവുന്ന ഒരു സ്ത്രീയുടെ മനോവേദന കാണാതെ തന്റെ സുഹൃത്തുക്കൾക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതും ഈ നടിയെ വലിയ തോതിൽ വിഷമിപ്പിച്ചിരിക്കാം. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലായിരിക്കണം ഇത്തരത്തിലുള്ള കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആക്രമണം നടന്നതിന് ശേഷം തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് താൻ നിയമ പോരാട്ടത്തിലാണെന്നും കേസന്വേഷണത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നുള്ള എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അജിംഷാദ്. ശരി നികേഷ് ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. നടിയുടെ ആക്രമണത്തിനിരയായ നടിയുടെ കൃത്യമായ പ്രതികരണം പുറത്തെത്തിയിരിക്കുന്നു. ദിലീപ് എന്ന നടനുമായി ബന്ധപ്പെട്ട അടുത്തിടെ എത്തിയ ചില പ്രതികരണങ്ങൾ തന്നെ വേദനിപ്പിച്ചു. അതിനെതിരെ നിയമ നടപടിയിലേക്ക് പോകും. പക്ഷേ എന്നാൽ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ശരിയായ ദിശയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് എന്നും ആക്രമണത്തിനിരയായ നടി പറയുന്നു. വാർത്താക്കുറിപ്പിലൂടെയാണ് നടി തന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഇതിന്റെ വിശദാംശം നികേഷ് ശ്രീധരൻ നൽകിയത്. ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ പരാമർശങ്ങൾക്കെതിരെ സിനിമാ രംഗത്തെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ വുമൺ കളക്റ്റീവ് അതിക്രമത്തിനെ അതിജീവിച്ച് ആളെ അപമാനിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ നിയമവിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമാണെന്ന് വുമൺ കളക്റ്റീവ് ചൂണ്ടിക്കാട്ടുന്നു. ചലച്ചിത്ര പ്രവർത്തകർ ഇരയ്ക്കെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണമെന്നും വുമൺ കളക്റ്റീവ് ഫേസ്ബുക്കിൽ ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ അതിക്രമത്തിനിരയായ നടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് എന്ന സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നടപടികളുടെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ സന്ദർഭത്തിൽ അതിക്രമത്തിനെ അതിജീവിച്ച ആളെ അപമാനിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ നിയമവിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമാണ്. 2013 വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചതിന് ശേഷം ലൈംഗിക അതിക്രമത്തിന് ഇരയാകുന്നവരെ പരസ്യമായി അധിക്ഷേപിക്കുന്നതോ അവരുടെ പേര് വെളിപ്പെടുത്തുന്നതോ അവരെ തരം താഴ്ത്തി സംസാരിക്കുന്നതോ അവർക്ക് നേരെയുണ്ടായ അതിക്രമത്തെ റദ്ദാക്കുന്ന തരത്തിൽ സംസാരിക്കുന്നതോ ലഘുവായതോ അവഗണിക്കാവുന്നതോ ആയ പ്രവൃത്തിയല്ല. കോടതിയുടെ പരിഗണനയിലുള്ള കേസിലെ വാദിയായ വ്യക്തിയെ അപമാനിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഇന്ത്യൻ നിയമവ്യവസ്ഥയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ്. അതിക്രമത്തെ അതിജീവിച്ച വ്യക്തിയെ സംശയമുനയിൽ നിർത്തുന്നത് മാപ്പർഹിക്കുന്ന പ്രവൃത്തിയുമല്ല. ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം പ്രസ്താവനകളെയും പ്രവൃത്തികളെയും വിമൺ ഇൻ സിനിമ കളക്റ്റീവ് അപലപിക്കുന്നു. ഇത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പുവരുത്തുന്ന മനുഷ്യ അവകാശങ്ങളുടെ ലംഘനവുമാണെന്നിരിക്കെ പൊതുജനം, പ്രത്യേകിച്ച് ചലച്ചിത്ര പ്രവർത്തകർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ദയവായി വിട്ടുനിൽക്കണമെന്നും ഫേസ്ബുക്ക് പേജിൽ ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ അതിക്രമത്തിനിരയായ നടിക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇല്ല, അത്തരം പേര് പറയാൻ പാടില്ല. ആരാണ് ഇരകളുടെ പേര് പറയാൻ പാടില്ല. തീർച്ചയായിട്ടും അങ്ങനെ പറയുന്നതിന്റെ പേരിൽ ഗവൺമെന്റ് നടപടി എടുക്കേണ്ടത് തന്നെയാണ്. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയും കേസിലെ മുഖ്യപ്രതിയുമായ പൾസർ സുനിയും തമ്മിൽ ബന്ധമുണ്ടെന്ന് താൻ പറഞ്ഞിട്ടേയില്ലെന്ന് നടനും സംവിധായകനുമായ ലാൽ. നടൻ ദിലീപ് തന്റെ വാക്കുകൾ തെറ്റിദ്ധരിച്ചതാകാമെന്നും ലാൽ പീപ്പിൾ ടിവിയോട് പറഞ്ഞു.
ഒന്നുമില്ല. ദിലീപ് പറഞ്ഞിരിക്കുന്നതിന്റെ മനസ്സിലാക്കിയതിന്റെ കുഴപ്പമാകാനാണ് ചാൻസ്. കാരണം അവൾക്കും ഇവനും തമ്മിൽ ഒരു പരിചയക്കാരായിരുന്നു പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. അവര് തമ്മിൽ അവർ കണ്ടിട്ടുണ്ട്, പരിചയമുണ്ട്. കാരണം തീർച്ചയായിട്ടും ആ പടത്തിന് വേണ്ടിയിട്ട് ഓടിയിട്ടുള്ള വണ്ടിയാണ്, എന്റെ ഡ്രൈവറാണ്. ഗോവയിൽ ഷൂട്ടിങ്ങിന് ഒരു ദിവസത്തെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ ആപ്പാടെ പോയിരുന്ന വണ്ടിയും സുനി ഓടിച്ച വണ്ടിയായിരുന്നു. സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, പരിചയമുണ്ടാവും. അത്രേ ഉള്ളൂ. ആ പരിചയമാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ അവർ സുഹൃത്തുക്കളാണെന്നോ മുൻകാല സുഹൃത്തുക്കളാണെന്നോ അതിനർത്ഥം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ മൊബൈൽ ഫോൺ വിളിയിൽ അന്വേഷണം ഊർജിതമാക്കി. കാക്കനാട്ടെ ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി. അതേസമയം പൾസർ സുനിയുടെ കത്തിന്റെയും ദിലീപിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിലെടുത്ത മൊഴിയിൽ നടി താൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നാളെ കൊച്ചിയിൽ നടക്കുന്ന താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലും വിഷയം ചർച്ചയാകും. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും നാദൃശ്യയും ഫോണിൽ ഭീഷണിപ്പെടുത്തിയത് പൾസർ സുനിയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഫോൺ കോൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നത്. സഹതടവുകാരനായ വിഷ്ണു ഷൂവിനുള്ളിൽ ഒളിപ്പിച്ചാണ് ഫോൺ കാക്കനാട് ജയിലിൽ പൾസർ സുനിക്ക് എത്തിച്ചു നൽകിയതെന്നും തമിഴ്നാട്ടിൽ നിന്നും വ്യാജവിലാസത്തിലാണ് സിം എടുത്തതെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേസിൽ നിർണായകമാകുന്ന ഫോൺ വിളികൾ സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. പൾസർ സുനി ജയിലിനുള്ളിൽ നിന്ന് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നും സുനിക്ക് ഫോൺ ആരാണ് എത്തിച്ചു നൽകിയതെന്നും അന്വേഷിക്കും. ഇതുവഴി കേസിലെ ഗൂഢാലോചനയുണ്ടെങ്കിൽ വ്യക്തമായ തെളിവോടെ പുറത്തുവരുമെന്നും പോലീസ് കരുതുന്നു. കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. ജയിലിലെത്തിച്ച ഫോൺ ദിവസങ്ങൾക്കകം പുറത്തെത്തിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പൾസർ സുനി ഫോൺ വിളിച്ചപ്പോൾ സെല്ലിന് പുറത്ത് കാവൽ നിന്നതും അന്വേഷിക്കും. നേരത്തെ സഹതടവുകാരൻ ജിംസൺ പൾസർ സുനി ജയിലിനുള്ളിൽ ഫോൺ ഉപയോഗിക്കുന്നതായി പെരുമ്പാവൂർ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിനിടെ പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ADGP ബി സന്ധ്യയ്ക്ക് ഒരു മാസം മുൻപ് നടി വീണ്ടും നൽകിയ മൊഴിയിൽ എല്ലാം തുറന്നു പറഞ്ഞതായാണ് റിപ്പോർട്ട്. താൻ അനുഭവിച്ചതൊക്കെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ മനസ്സ് തുറന്നു. സംഭവത്തിൽ പൾസർ സുനി മാത്രമല്ലെന്ന ഉറച്ച നിലപാടാണ് നടിക്കുള്ളത്. ഇക്കാര്യം അവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പൾസർ സുനിയുടെ കത്തും ഫോൺ വിളികളും ദിലീപിന്റെ പരാതിയും പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു നടി വീണ്ടും മൊഴി നൽകിയത്. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. ഇതിനിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവം താരസംഘടനയായ അമ്മ ജനറൽ ആകും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൊച്ചിയിലാണ് ജനറൽ ബോഡി യോഗം. ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ബുധനാഴ്ച നടക്കുന്ന മീറ്റിംഗിൽ നടിയെ ആക്രമിച്ച സംഭവത്തിലെ പുതിയ വെളിപ്പെടുത്തലുകളും വിവാദങ്ങളും ചർച്ചയാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വാർത്തകളിലേക്ക്. ശമ്പള വർധനവ് വിഷയത്തിൽ സ്വകാര്യ നഴ്സുമാർ ലേബർ കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. സർക്കാർ തലത്തിൽ ചർച്ചകൾ തുടരുമെന്ന് ലേബർ കമ്മീഷണർ അറിയിച്ചു. നഴ്സുമാരുടെ ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്നും സർക്കാർ വിജ്ഞാപനം ഇറക്കട്ടെ എന്ന നിലപാടുമാണ് മാനേജ്മെന്റ് സ്വീകരിച്ചത്. മന്ത്രിയുമായുള്ള ചർച്ച വരെ പണിമുടക്ക് സമരം നടത്തില്ലെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷനും വ്യക്തമാക്കി. അടിസ്ഥാന ശമ്പളം 22,000 രൂപയാക്കണമെന്നതായിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാരുടെ ആവശ്യം. എന്നാൽ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ തുടർന്നുള്ള മൂന്നാമത്തെ ചർച്ചയിലും സ്വീകരിച്ചത്. ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ സമവായത്തിലെത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇനിയുള്ള ചർച്ചകൾ സർക്കാർ തലത്തിൽ നടത്താൻ തീരുമാനിച്ചത്. 30% കൂടുതൽ ശമ്പള വർധനവ് നൽകാൻ സാധിക്കില്ലെന്നും അടിസ്ഥാന ശമ്പള ഉപദേശക സമിതിയുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് സർക്കാർ വിജ്ഞാപനമിറക്കട്ടെ എന്ന നിലപാടാണ് മാനേജ്മെന്റുകൾ സ്വീകരിച്ചത്. 30 കൂടുതൽ കൊടുക്കാൻ പാടില്ല, കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആശുപത്രികളുടെ യോഗം എടുത്ത തീരുമാനം. അപ്പം അതിനപ്പുറം പോകാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല. നോട്ടിഫിക്കേഷൻ വന്നാൽ, മിനിമം വേജ് നോട്ടിഫിക്കേഷൻ വന്നാൽ അത് നടപ്പാക്കാൻ ഇവിടുത്തെ എല്ലാ ആശുപത്രികളും ബാധ്യസ്ഥരാണ്. മന്ത്രിതലത്തിൽ നടക്കുന്ന ചർച്ച വരെ പണിമുടക്ക് സമരം നടത്തില്ലെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. എന്നാൽ മറ്റ് പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ടു പോകും. UNA സംസ്ഥാന പ്രസിഡന്റ് ജാസ്മിൻ ഷാ മന്ത്രിയുടെ യോഗം വരെ പണിമുടക്കിയുള്ള സമരത്തിൽ നിന്ന് പിന്മാറാം എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തൃശ്ശൂരിൽ നടക്കുന്ന പോലുള്ള സമരപരിപാടികളുമായിട്ട് UNA മുന്നോട്ട് പോകും. സർക്കാർ സ്വന്തം നിലക്ക് ഒരു ശമ്പള പ്രഖ്യാപിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. അത് പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ലേബർ കമ്മീഷനും അറിയിച്ചിട്ടുള്ളത്. നിലവിൽ 8,500 മുതൽ 9,500 രൂപ വരെയാണ് സ്വകാര്യ ആശുപത്രിയിലെ നഴ്സുമാർക്ക് ലഭിക്കുന്ന ശമ്പളം. മന്ത്രിതല ചർച്ചയിൽ തീരുമാനമായില്ലെങ്കിൽ പണിമുടക്ക് സമരത്തിൽ നിന്നും പിന്നോട്ടു പോകില്ലെന്ന നിലപാടിലാണ് നഴ്സുമാർ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തൃശൂർ മതിലകത്തെ BJP നേതാവ് കള്ളനോട്ടടിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് DYSP ഫിറോസ് M ഷഫീഖിനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് സംഘം SP യുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു.
BJP നേതാക്കളായ ഏരാശ്ശേരി രാഗേഷും സഹോദരൻ രാജീവും ചേർന്ന മതിലകത്തെ വീട്ടിൽ കള്ളനോട്ടടിച്ച വിതരണം ചെയ്ത സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീഖിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. മതിലകത്തെത്തിയ സംഘം സംഭവസ്ഥലം സന്ദർശിച്ചു. കേസ് കൈകാര്യം ചെയ്തിരുന്ന ഇരിങ്ങാലക്കുട ACP കിരൺ നാരായണനിൽ നിന്ന് ഫയലുകൾ ക്രൈംബ്രാഞ്ച് ഏറ്റുവാങ്ങി. BJP നേതാക്കളായ സഹോദരന്മാർ കള്ളനോട്ടുകൾ തീരദേശ മേഖലയിലെ സാധാരണക്കാർ വഴിയാണ് മാറ്റിയെടുത്തത്. ദിവസ പലിശയ്ക്ക് മാർക്കറ്റുകളിൽ പണം വായ്പ നൽകിയിരുന്ന ഇവർക്ക് കള്ളനോട്ട് മാഫിയകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. രാഷ്ട്രീയ രംഗത്തെ ഉന്നതർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. കേസിൽ ഒളിവിലിരിക്കെ പിടിയിലായ രാജീവിന്റെ സുഹൃത്ത് അലക്സ ഇന്നലെ പോലീസ് പിടിയിലായി. ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തതിനാണ് ഒളരി സ്വദേശി അലക്സിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോഴിക്കോട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വില്ലേജ് അസിസ്റ്റന്റിനെ കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് സിലീഷിനെ പേരാമ്പ്ര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. നിയമവിധേയമായി പ്രവർത്തിക്കുകയാണുണ്ടായതെന്ന് സിലീഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കർഷകൻ ജോയ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രേരണാകുറ്റത്തിന് കേസെടുത്തതിനെ തുടർന്നാണ് വില്ലേജ് അസിസ്റ്റന്റ് സിലീഷ് പേരാമ്പ്ര പോലീസിൽ കീഴടങ്ങിയത്. ഒളിവിൽ കഴിയുകയായിരുന്ന സിലീഷ് അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാമ്പ്ര CI മുമ്പാകെ കീഴടങ്ങുകയായിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പേരാമ്പ്ര ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സിലീഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തുടർന്ന് സിലീഷിനെ കൊയിലാണ്ടി സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. നിയമവിധേയമായാണ് പ്രവർത്തിച്ചതെന്ന് സിലീഷ് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ജോയിയുടെ ഭാര്യയുടെ പേരിലുള്ള ഭൂമിക്ക് നിയമപ്രശ്നമുണ്ടായിരുന്നു. ഇക്കാര്യം തഹസിൽദാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കറിയാം. വിശദമായ ചോദ്യം ചെയ്യലിനായി സലീഷിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ജോയിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള സഹോദരൻ ജിമ്മിയെ അടുത്ത ദിവസം പോലീസ് ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആത്മഹത്യ ചെയ്ത കർഷകൻ ജോയിയുടെ പേരിലുള്ള കടം സർക്കാർ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇളയ മകൾക്ക് ജോലി നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടു. ചെമ്പനോടയിലെ ജോയിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഉമ്മൻചാണ്ടി. കുടുംബത്തിൻ്റെ കടബാധ്യത അത് താങ്ങാനാവാത്ത ഒന്നാണ്. ഗൃഹനാഥൻ നഷ്ടപ്പെടുകയും കൂടി ചെയ്ത സാഹചര്യത്തിൽ മറ്റ് ഒരു പോംവഴിയും ഇല്ലാത്ത സാഹചര്യത്തിൽ അവരുടെ കടബാധ്യത തീർക്കാനും അതുപോലെ തന്നെ ഇന്ന് മകൾക്ക് ജോലി കിട്ടണം എന്നുള്ളതുമാണ് അവരുന്നയിച്ച കാര്യങ്ങൾ. ഇത് രണ്ടും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇത് രണ്ടും നൽകുന്നതിന് ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വ്യവസായത്തിൽ കുതിക്കുമ്പോഴും ചൈനയുടെ ഒരു കാൽ കൃഷിക്കൊപ്പമാണ്. ആരെയും അത്ഭുതപ്പെടുത്തുന്ന പരീക്ഷണങ്ങളാണ് ചൈനീസ് കൃഷിയിടങ്ങളിൽ കാണാനാകുന്നത്. ജോൺ ബ്രിട്ടാസ് നടത്തിയ ചൈനീസ് യാത്രയിൽ നിന്ന്. ജാങ്ഷ്യ പ്രവിശ്യയിലെ ഒരു പോളി ഫാമാണിത്. കാർഷിക രംഗത്ത് ഒരു കുതിച്ചുകയറ്റമാണ് ചൈനയിൽ നടക്കുന്നത്. ആധുനിക സങ്കേതങ്ങൾ കാർഷിക മേഖലയിൽ നടപ്പാക്കിയതാണ് ഈ ഉൽപ്പാദനത്തിലെ വർധനവിന് കാരണം. ലോക വ്യാപാര സംഘടനയിൽ ചൈന അംഗമായതോടെ ഭക്ഷ്യ കയറ്റുമതിയും വൻതോതിൽ വർദ്ധിച്ചു. ജൈവകൃഷിയും പോളിഫാമുമാണ് ചൈനയിൽ ഇന്ന് ഫാഷൻ. ആധുനിക പോളിഫാമുകൾ കണ്ടാൽ ആരും അമ്പരന്ന് പോകും. ഉൽപാദനത്തിലെ സമൃദ്ധി ഫാമുകൾക്ക് ഉത്സവ പ്രതീതിയാണ് നൽകുന്നത്. കമ്പനികൾക്കും സഹകരണ കൂട്ടായ്മകൾക്കും ദീർഘകാലാടിസ്ഥാനത്തിൽ ചൈനീസ് ഗവൺമെന്റ് ഭൂമി പാട്ടത്തിന് നൽകുന്നു. ലാഭത്തിന്റെ 15% വിഹിതം തദ്ദേശീയ ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഗ്രാമത്തിലെ തൊഴിലില്ലായ്മയ്ക്കും പട്ടിണിക്കും പരിഹാരം കാണാൻ ഇതൊരു പരിധിവരെ സഹായിക്കുകയും ചെയ്യുന്നു.
ചൈനയിലെ നൂതന കൃഷി സമ്പ്രദായങ്ങൾ ഏത് രാജ്യത്തിനും അനുകരിക്കാൻ കഴിയും. ചൈനീസ് ഗവൺമെന്റ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്ന ഒരു ബെൽറ്റ് ഒരു റോഡ് പദ്ധതിയിൽ കൃഷി വികസനവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്ന് കൈരളിക്ക് വേണ്ടി ജോൺ ബ്രിട്ടാസ്. പകർച്ചപ്പനി പ്രതിരോധിക്കാൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. കണ്ണൂർ കോർപ്പറേഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ശുചീകരണം ആരംഭിച്ചു. പനിയും പകർച്ചവ്യാധിയും പടരുന്ന സാഹചര്യത്തിൽ ഇവയെ പ്രതിരോധിക്കാൻ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ശുചീകരണ പരിപാടിക്ക് കണ്ണൂരിൽ തുടക്കമായി. കണ്ണൂർ കോർപ്പറേഷനിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു. 27, 28, 29 തീയതികളിലായാണ് സംസ്ഥാനത്ത് സർക്കാർ നേതൃത്വത്തിൽ ശുചീകരണം നടത്തുന്നത്. കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ നിർവഹിച്ചു. എൻ.എ. നെല്ലിക്കുന്ന് MLA അധ്യക്ഷനായിരുന്നു. മലപ്പുറം വളാഞ്ചേരിയിൽ മന്ത്രി KT ജലീലിന്റെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. വയനാട് ജില്ലയിൽ മന്ത്രി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തകുമാരിയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നത്. കോഴിക്കോട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ജില്ലയിലുടനീളം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. മറ്റ് ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ കണ്ണൂർ. സംസ്ഥാനത്ത് പകർച്ചപ്പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സർക്കാർ നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തെക്കൻ കേരളത്തിലും തുടക്കമായി. CPIM-ഉം വർഗ ബഹുജന സംഘടനകളും നേതൃത്വം നൽകുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. 3 ദിവസങ്ങളായി നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളും വിവിധ മേഖലയിൽ നിന്നുള്ളവരും പങ്കാളികളായി. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് CPIM-ഉം വർഗ ബഹുജന സംഘടനകളും സംസ്ഥാന തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ പ്രസംഗം നടത്തേണ്ടുന്ന കാര്യമില്ല. പ്രസംഗിച്ച് കൊതുകിനെ പറത്താൻ കഴിയില്ല എന്ന അനുഭവത്തിൽ നമുക്ക് മനസ്സിലായതുകൊണ്ട് ഇനി എല്ലാവരും ചേർന്ന് കൊതുക് നശീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയിലേക്ക് ഇറങ്ങുന്നതാണ് നല്ലത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ. തുടർന്ന് പ്രവർത്തകരും CPIM-ന്റെ വർഗ ബഹുജന സംഘടനകളും വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ചേർന്ന് ആശുപത്രിയും പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കി. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ തുടർച്ചയായി ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് മുൻ MP TN സീമ പറഞ്ഞു. സ്ഥായിയായിട്ടുള്ള മാലിന്യ സംസ്കരണ സംവിധാനങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങൾ ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ മാലിന്യ സംസ്കരണ പദ്ധതികൾ പരിശോധിക്കാനുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ ടീച്ചർ, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, മേയർ VK പ്രശാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എറണാകുളം ജില്ലാതല ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി മുൻ MPയുമായ P രാജീവാണ് നിർവഹിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മന്ത്രി G സുധാകരനും നേതൃത്വം നൽകി. മറ്റു ജില്ലകളിലും വിവിധ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ, സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ, NCC, സ്കൗട്ട്, സ്റ്റുഡൻസ് പോലീസ് എന്നിങ്ങനെയുള്ളവരും ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളായി. കൈരളി TV മീഡിയ ക്ലബിന്റെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. തിരുവനന്തപുരം പാളയം ആശാൻ സ്ക്വയറിന് മുന്നിലും യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിലും നടന്ന ക്ലീനിങ്ങിൽ കൈരളി TV ജീവനക്കാർ പങ്കെടുത്തു. സർക്കാരിന്റെ നേതൃത്വത്തിൽ അടുത്ത ദിവസങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ തുടരും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.